മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതുവേ മലപ്പുറം എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ ക്ലീശയായി, മലപ്പുറം സമം ഫുട്ബോൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ മലപ്പുറം ആയതുകൊണ്ട് എനിക്കറിയാം, ഈ പെരിന്തൽമണ്ണ സൈഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ക്രിക്കറ്റ് വേറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വിഘ്നേഷ് പുത്തൂർ വരുന്നത്, അവിടെ നിന്നാണ്. എങ്ങനെയാണ് ഈ സുഫാൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ എങ്ങനെയാണ് ജന്മം കൊള്ളുന്നത്? എങ്ങനെയാണ്? ഞാൻ അണ്ടർ 13 ആണ് ആദ്യമായിട്ട് പത്രത്തിൽ ഇങ്ങനെ ട്രയൽസ് കണ്ടു. അണ്ടർ 13 സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റത്തും നമ്മളവിടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് കൂടുതലായിരുന്നു, അതായത് നാട്ടിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കൂടുതലായിരുന്നു. അങ്ങനെ അണ്ടർ 13 സെലക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് കസിൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പോയി നോക്കാമെന്നുള്ളൊരു മൂഡിൽ കുറച്ച് ഗിയറുകളൊക്കെ വാങ്ങിയിട്ട്, അന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഞാൻ അണ്ടർ 13 സെലക്ഷന് പോയി. അത് കിട്ടിയില്ല. അന്ന് കുറേ കിടിലങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർ 14 ഒരു സെലക്ഷൻ നടന്നു. അതിൻ്റെ ക്യാമ്പിൽ കിട്ടി. 30-40 പേരുള്ള ക്യാമ്പിൽ കിട്ടിയപ്പോഴാണ് അവിടെ നിന്നാണ് പറഞ്ഞത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പേഴ്സ് ഉണ്ട് ടീമിൽ, അപ്പോൾ എന്തായാലും ചാൻസ് ഇല്ല. 2 വിക്കറ്റ് കീപ്പേഴ്സ് അന്ന് ഉണ്ട്, അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അന്ന് കുഴപ്പമില്ലാതെ ഞാൻ ഫീൽഡ് ചെയ്യുമായിരുന്നു, ചാടി മറിഞ്ഞ് അന്നത്തെ ഒരു എനർജിയിൽ. അപ്പോൾ ഒരു ഫീൽഡർ ആയതുകൊണ്ട് വെറുതെ ലൈക്ക് അവർക്കും തോന്നിക്കാണും ചിലപ്പോൾ ടീമിലെടുത്താൽ നന്നാവും തോന്നിക്കാണുകൊണ്ട് എന്നോട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഷെയ്ൻ വോണൊക്കെ ബോളൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് എറിയണത് ഇങ്ങനെ കണ്ട് പരിചയമുണ്ട്. ആ പരിചയത്തിൽ ഞാൻ ലെഗ് സ്പിന്നൊന്ന് എറിഞ്ഞു നോക്കി, അത് വർക്കായി. വിഘ്നേഷ് പുത്തൂരും ഏറെക്കുറെ വിഘ്നേഷ് ചൈനാമാനാണ്, ഞാൻ റൈറ്റ് ഹാൻഡ് ലെഗ് സ്പിന്നറാണ്. അങ്ങനെ ലെഗ് സ്പിന്നർ എറിഞ്ഞു. ആ വർഷം അണ്ടർ 14 മലപ്പുറം ടീമിൽ കിട്ടിയെന്ന് ലെഗ് സ്പിന്നറായിട്ട് കിട്ടി. ക്യാമ്പിൽ ഞാൻ വിക്കറ്റ് കീപ്പറായിരുന്നു, ടീമിൽ ഞാൻ ലെഗ് സ്പിന്നറായിട്ട് കയറി. ആ വർഷം തന്നെ സ്റ്റേറ്റ് കളിച്ചു, കേരളത്തിന് വേണ്ടി കളിച്ചു. അപ്പോൾ അത് ഭയങ്കര ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റേറ്റ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, എനിക്കറിയില്ലായിരുന്നു അത് അത്ര സംഭവം. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവണത്, നമ്മൾ കളിച്ച ഫസ്റ്റ് ഇയർ സ്റ്റേറ്റ് കളിക്കുക എന്ന് പറയണത് ഭയങ്കര അച്ചീവ്മെൻ്റാണ്. ആ വർഷം തന്നെ എനിക്ക് ഗോവയായിട്ട് ഒരു 6 വിക്കറ്റും കിട്ടി. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റാണ് ഇനി എൻ്റെ കരിയർ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ലെഗ് സ്പിന്നറായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ തുടക്കം. അതൊരു എത്ര വരെ പോയി, എത്ര ഏജ് വരെ അത് പോയി, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്? ഞാൻ അണ്ടർ 14 2 പ്രാവശ്യം കേരളത്തിന് വേണ്ടി കളിച്ചു. ആ വർഷം കളിച്ചു, അതിൻ്റെ അടുത്ത വർഷം കളിച്ചു. പിന്നെ അണ്ടർ 16 കേരളത്തിന് വേണ്ടി കളിച്ചു, അണ്ടർ 19 കളിച്ചു, അണ്ടർ 19 1 ഡേ. അപ്പോൾ ഈ കൂടെ കളിച്ചവരൊക്കെ ഇപ്പോൾ ഏത് ക്രിക്കറ്റ് തന്നെ തുടരുന്നുണ്ടോ? എന്താണ് സ്ഥിതി? അന്നത്തെ പലരും കൂടെ കളിച്ച പലരും IPL കളിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? വിഘ്നേഷ് ഞങ്ങൾ ഒരു ക്ലബിലായിരുന്നു. പിന്നെ KM ആസിഫ് എന്ന് പറഞ്ഞ ചെന്നൈയിൽ കളിച്ച ഒരു പ്ലെയർ ഉണ്ട്, ഫാസ്റ്റ് ബോളർ, നിലമ്പൂരുള്ള. പിന്നെ സഞ്ജു ചേട്ടൻ, സച്ചിൻ ബേബി, എല്ലാവരും, റോഹൻ, സൽമാൻ, എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതാണ്. ഈ സഞ്ജുവിനായിട്ട് ഒരു എത്ര കാലത്തെ പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതൽ സഞ്ജുവിനാണ്? എനിക്ക് ഏറ്റവും ഡീപ്ലി പരിചയമുള്ള സഞ്ജു ചേട്ടനായിരിക്കും. കാരണം ഞാനൊരു 12 വയസ്സിൽ ട്രിവാൻഡ്രം ക്രിക്കറ്റ് അക്കാഡമിയിൽ പോയപ്പോൾ തൊട്ട് എനിക്ക് പുള്ളീനെ അറിയാം. അന്ന് പുള്ളി എനിക്ക് തോന്നുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എന്തോ ടീമിലുണ്ട് അന്ന്. അത് ഇപ്പോൾ പലർക്കും അറിയില്ല, അത് അന്ന് പുള്ളി അതിലുള്ള കാര്യം. ട്രയൽസിൽ അന്ന് ടീമിലെന്തോ ഉണ്ടായിരുന്നു, കളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സമയം തൊട്ട് എനിക്ക് 12-13 വയസ്സ് തൊട്ട് അറിയാം. അങ്ങനെ കൂടെ കളിച്ച പലരും ഇപ്പോൾ ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ എതിരെ കളിച്ച പല പ്ലേയേഴ്സും ചിലപ്പോൾ ഇന്നത്തെ പല സൂപ്പർ സ്റ്റാറുകളായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ കാലഘട്ടത്തിൽ കളിച്ച് ഓർമ്മയുണ്ടോ? പിന്നെ ഈ പൃഥ്വിഷ, ഡൽഹിയുടെ. അതെ, ഞങ്ങളന്ന് കളിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ലൈക്ക് അടുത്ത സച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിഷേൻ്റെ പേര് ഞങ്ങൾ അധികം കേൾക്കാറുണ്ടായിരുന്നു. അതേപോലെ വാഷിങ്ടൺ സുന്ദറൊക്കെ ഈ ടീമിൽ നമുക്ക് അടുത്ത മാച്ച് അവരായിട്ടാണ്, അതിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ നമ്മളന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കിടിലൻ പ്ലേയേഴ്സ് ആണെന്നുള്ളൊരു ചെറിയൊരു ഫിയർ വരുമല്ലോ, എസ്പെഷ്യലി നമ്മൾ ബോളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇവരാണല്ലോ, നമ്മളാണല്ലോ ഡയറക്റ്റ് ആയിട്ട്, ബാറ്റ്സ്മാൻമാർ ഇവരായിട്ട് ഡയറക്റ്റ് മുട്ടുന്നില്ലല്ലോ, അപ്പോൾ നമുക്കാണല്ലോ ഇത് അവരെ ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വാഷിങ്ടൺ സുന്ദർ എനിക്ക് ഓർമ്മയുണ്ട്, പൃഥ്വിഷ ഓർമ്മയുണ്ട്, പിന്നെ കുറേ പേരുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ. വിജയ് സോൾ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പലവട്ടം പറഞ്ഞതായിരിക്കും, എന്നാലും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥ കിൻഡൻ ഡീകോക്കിനെ വിക്കറ്റ് എടുത്തു എന്നുള്ള ഒരു കഥയുണ്ട്. അതെങ്ങനെയാണ് ഒന്നുകൂടി പറ? അതന്ന് ആരും വിശ്വസിച്ചില്ല. കാരണം ഒന്നാമത് ഞാൻ ക്രിക്കറ്റ് കളിച്ച കാര്യം പലർക്കും അറിയില്ല. ഞാനും അതങ്ങനെ ഇതുപോലെ ഇന്റർവ്യൂ ഉണ്ടാകുമ്പോൾ നൈസായിട്ട് പറയുന്നല്ലാതെ എനിക്കങ്ങനെ പറയാൻ കുറച്ച് മടിയാണ്. കാരണം കഴിഞ്ഞ കാര്യമാണല്ലോ. എന്നാലും എനിക്ക് ഭയങ്കര പ്രൗഡാണ് ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു എന്ന് പറയുന്നത്. അത് സൗത്ത് ആഫ്രിക്ക A ടീമും India A ടീമും വയനാട് വന്നിട്ടുണ്ട്. പലർക്കും അറിയില്ല അത്. ആ സമയത്ത് 15-16 എൻ്റെ ഒരു. അതെ, ഞാനും എനിക്കൊരു 18-19 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഓർമ്മ. അറിയില്ല, കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് നെറ്റിൽ ബോൾ ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളൊക്കെ പോയി, ഞങ്ങളിവിടെ, ഞാൻ മലപ്പുറത്ത് നിന്ന് ഞങ്ങളവിടെ റൂമൊക്കെ തന്നവർ സ്റ്റേ ചെയ്യിപ്പിക്കും ഇവർക്ക് നെറ്റ് ബോളേഴ്സായിട്ട്. ആ സമയത്ത് ഓപ്പൺ നെറ്റ്സിലാണ് ഇത് സംഭവിക്കണം, മാച്ചിലല്ല. ഓപ്പൺ നെറ്റ്സിൽ പുള്ളി അവരത്രയും കാഷ്വലായിട്ടല്ല കളിക്കുക. ആ സമയത്ത് സംഭവിച്ചതാണ്.
പക്ഷെ എനിക്കൊന്ന് ഡിക്കോ ഔട്ടാക്കിയതിനപ്പുറം പിന്നെ 2-3 സിക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അടുത്ത 3 ബോളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് വേറെ ആരൊക്കെയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ പ്ലേസ് ഓർമ്മയുണ്ടോ? ഡിക്കോക്ക് അല്ലാതെ കുറച്ച് famous? വെയിൻ പാർണൽ ഉണ്ടായിരുന്നു, ബോളർ അല്ലേ? സോബ എന്ന് പറഞ്ഞൊരു ആ, ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു. ഇപ്പത്തെ അവരുടെ ക്യാപ്റ്റൻ എന്ന് തോന്നുന്നു, മറ്റേ ഹൈറ്റ് ഇല്ലാത്ത ബൗമ. ബൗമ, പുള്ളി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടീമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. ഇന്ത്യയുടെ നല്ല ടീമായിരുന്നു. അക്ഷർ പട്ടേൽ, റായിഡു ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ അതായത് ഇന്ത്യൻ ടീമിന് പറഞ്ഞിട്ടുണ്ട്. 2 ടീമിന് നമ്മൾ തന്നെ അറിയണം, കാരണം അവർ ബോളേഴ്സ് ഇത്രയൊന്നും അറിയൂല. അവർക്കൊരു ഹോൾ ഡേ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബോളേഴ്സ് വേണമല്ലോ. ദ്രാവിഡാണെന്ന് കോച്ച് തോന്നുന്നില്ലേ? അതെ അതെ. പിന്നെ ഇപ്പോൾ എന്താണ് ക്രിക്കറ്റുമായിട്ട് കണക്ഷൻ? എങ്ങനെയാണ് കളി കാണുക, ഫോളോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ പൊതുവേ ക്രിക്കറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ധോണി വിരമിച്ചതിന് ശേഷം ക്രിക്കറ്റ് കാണൽ കുറവാണ്. ഒരു ഹൈ കിട്ടണില്ല ക്രിക്കറ്റിൽ. ധോണി ഫാൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ധോണിനെ ഭയങ്കര ഇഷ്ടം. എല്ലാവരും സച്ചിൻ പറയെങ്കിലും എനിക്ക് സച്ചിൻ്റെ സ്ഥാനത്ത് ധോണിയാണ്. കാര്യം അത്രയും ഇമ്പാക്റ്റ് ആയിരുന്നു ധോണി. നമ്മൾ കളി കണ്ട സമയത്ത് ഒരു ഭയങ്കര ഹീറോ സ്റ്റാർ ഫിഗർ ആയിരുന്നു. അപ്പോൾ ധോണിനോടാണ് ഇപ്പോഴും കുറച്ചുകൂടെ താല്പര്യം. പിന്നെ ഞാൻ ഭയങ്കര പിന്നെ ഫാൻ എന്ന് പറയുമ്പോൾ ജഡേജ ഫാൻ ആയിരുന്നു. ജഡേജയും ഇപ്പോൾ കളി ഇങ്ങനെ നിർത്തുന്ന സ്റ്റേജിലായി. അപ്പോൾ ആരുടെയും കളി അറിയുന്നതുകൊണ്ട് കൂടിയുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ലേ ജഡേ? അങ്ങനെയും പറയാം. നമ്മൾ സെയിം ഇതാണല്ലോ, കാറ്റഗറി സ്പിന്നേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ജഡേജ ഫാനായിരുന്നു. പിന്നെ പലരും ആ സമയത്ത് ജഡ്ഡു എന്ന് വിളിക്കുക. അത് എൻ്റെ ഈ പ്രാന്ത് കാരണം ഫീൽഡിൽ എന്നെ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജഡ്ഡു എന്ന് വിളിക്കുമായിരുന്നു. പല എൻ്റെ ഫ്രണ്ട്സ് ക്രിക്കറ്റ് മേറ്റ്സ് പലരും ഇപ്പോഴും ജഡ്ഡു എന്ന് വിളിക്കാം മെസ്സേജ് അയക്കുമ്പോഴൊക്കെ. അതാണ് ആ ഒരു ഉള്ളിൽ അത്രയും ഫാൻ കിടന്നുകൊണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പൊതുവേ ഇപ്പം നമ്മൾ റീലൊക്കെ നോക്കിയാൽ കാണാം, ഗൾഫിലിരുന്നവരൊക്കെ ഇങ്ങനെ റീലിരുന്ന് കാണാം. നമ്മളൊരു കുട്ടിക്കാലം, നമ്മളൊരു കളി. ഇപ്പം നമ്മൾ ആ ബിജു കുമ്പളത്തിൻ്റെ സിനിമ ഉണ്ടല്ലോ, അതുപോലെ മിസ്സിംഗ് ഒക്കെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് കളി, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളോ അല്ലെങ്കിൽ ഒരു മിസ്സിങ്ങോ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിൽ ഫുട്ബോളേഴ്സ് ഉണ്ട്, എന്നാലും ക്രിക്കറ്റ് കളിക്കാനായിരുന്നു ആൾക്കാർ കൂടുതൽ. ഞങ്ങൾ തന്നെ ഒരു മിനി IPL ഒക്കെ നടത്തും ഞങ്ങളവിടെയുള്ള ഗ്രൗണ്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോൾ നമ്മൾ കാണുമെങ്കിലും കളിക്കണത് കൂടുതൽ ക്രിക്കറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിൽ എത്തണത്. അതുപോലെ ഈ സഫ് ബോയ് ഒരു ഇൻ്റർവ്യൂവിൽ വളരെ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മലപ്പുറത്ത് എല്ലാവരും ഫുട്ബോളിനെ പറഞ്ഞിട്ട് മലപ്പുറത്തെ ക്രിക്കറ്റേഴ്സിന് തീരെ പരിഗണനയില്ലാന്ന്. നമ്മൾ സാധാരണ ഇന്ത്യയിൽ നമ്മൾ തിരിച്ചാണ് പറയാം. ഇന്ത്യയിൽ ക്രിക്കറ്റിന് എല്ലാവരും പൊക്കുന്നു, ഫുട്ബോളേഴ്സിന് ആർക്കും വേണ്ട എന്നാണ് എല്ലാവരും സങ്കടം പറയാം. പക്ഷേ ഒരു മലപ്പുറംകാരൻ തിരിച്ചു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു തോന്നാനുള്ളൊരു കാരണം? എന്താ അതൊരു ബേസിക്കായിട്ട് ആലോചിച്ചാൽ മതി. അതായത് മലപ്പുറത്തുള്ള പോലത്തെ ഒരു പെരിന്തമണ്ണ സ്റ്റേഡിയം പോലൊരു സ്റ്റേഡിയം കേരളത്തിൽ വളരെ റെയറാണ്. 1-2 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ നല്ല പ്ലെയേഴ്സ് ഉണ്ടായി വരുന്നുണ്ട് ഓരോ വർഷത്തിലും. പക്ഷെ മലപ്പുറത്ത് നിന്ന് അത് ഉണ്ടാവുന്നില്ല. പക്ഷെ മലപ്പുറത്ത് കിടിലം പ്ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് കിടിലം പ്ലെയേഴ്സ്. എനിക്കറിയണതും എനിക്കറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു കാറ്റഗറി എത്തുമ്പോൾ സ്റ്റക്കാവാണ്. ആ സ്റ്റക്ക് കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ഇവിടെ ആരും നോക്കുന്നില്ല. പറയുമ്പോൾ വിഘ്നേഷൊക്കെ ഇപ്പോൾ KCL പുതിയൊരു ടൂർണമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് വിക്കിക്ക് പോലും മുംബൈയിൽ പോലത്തെ ഒരു സ്ഥലത്ത് ചാൻസ് കിട്ടിയത്. അപ്പോൾ അതും അങ്ങനത്തെ കൂടുതൽ ടൂർണമെൻറ്റ്സ്, അതേപോലെ മലപ്പുറത്ത് തന്നെ കൂടുതൽ പ്ലെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായാൽ മാത്രമേ ഈ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് പ്ലെയേഴ്സ് പോവുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ബാക്കിലാണ് ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ. കാര്യം നമ്മൾ കളിക്കാൻ വേണ്ടി ചെന്നൈയൊക്കെ പോകുന്ന സമയത്താണ് അവർ അക്കാഡമീസും, അതായത് നമ്മളിവിടെ ചെറിയ ഗ്യാപ്പ് കിട്ടിയ ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്. ഓൾറെഡി ഇന്ത്യക്ക് BCCI പോലത്തെ ഇത്രയും വേൾഡിലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോർഡ് ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും എളുപ്പം ഒരു ക്രിക്കറ്റർക്ക് ഗ്രോ ചെയ്യാനാണ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇന്ത്യയിൽ നമുക്ക് ഇത്രയും മലപ്പുറത്ത് അത്രയും തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗൈഡിങ്ങോ കിട്ടണില്ല. ഇവിടെ ഈ മലപ്പുറത്ത് സ്റ്റക്കാണ് പ്ലെയേഴ്സ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ വേൾഡ് അല്ല ക്രിക്കറ്റ്, മലപ്പുറം കേരളം അല്ല ക്രിക്കറ്റ്. അതിൻ്റെ അപ്പുറത്ത് ഈ കർണാടക തമിഴ്നാട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവുക. അപ്പോൾ അവരൊക്കെ ഇടുന്നൊരു എഫേർട്ട് നമ്മളിവിടെ ഇടാൻ റെഡി ആണെങ്കിൽ, ഇപ്പോൾ വിക്കിനെ പോലെ തന്നെ ഇഷ്ടം പോലെ, വിക്കി ആസിഫാണ് നമ്മളെ IPL കളിച്ചത് മലപ്പുറത്ത് നിന്ന്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഒരുപാട് പ്ലെയേഴ്സ് വരും. കാരണം IPL ടീമുകൾ ഇപ്പോൾ 2 ടീം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ വരുമ്പോൾ അത്രയും പ്ലെയേഴ്സ് എക്സ്ട്രാ വരണം. നമ്മൾ ഇപ്പോൾ വിക്കി തന്നെ ഞാൻ പറയുമ്പോൾ വിക്കിൻ്റെ ഭാഗ്യമാണ്. വിക്കി അവൻ നല്ല പ്ലെയറാണ്, എനിക്ക് പണ്ടോട്ട് അറിയാം. പക്ഷേ എങ്കിൽ പോലും അവനേക്കാൾ നല്ല പ്ലെയേഴ്സ് ഇവിടെ കളിച്ചു പോയിട്ടുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ വിക്കീൻ്റെ ഒരു ഭാഗ്യം കൂടാണ് ഈ KCL IPL കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഭാഗ്യമല്ലാതെ ഇവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിനെ പോലെ ആസിഫിനെ പോലെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് IPL കളിക്കാനുള്ള ഒരു സ്റ്റഫ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അതാണ് ഒരു വിഷമം. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാനും മലപ്പുറംകാരൻ, എനിക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഫുട്ബോൾ ഈസ് എന്താ പറയുക ഗുഡ്, ക്രിക്കറ്റ് എന്തോ ഒരു ബാഡ് എന്നുള്ള ചിലർക്കെങ്കിലും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ എന്താ എക്സ്പീരിയൻസ്?
അത് എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ BCCI അണ്ടറിലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഒക്കെ. BCCI പോലൊരു സ്ട്രോങ് ബോർഡ് ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് പിന്നെ വിഷമിക്കണേ?